അസ്സലാമു അലൈക്കും. ഞാനൊരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. നല്ലോണം ആവി കയറണം. നന്നായി ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. എന്നിട്ട് 2-3 ആയിട്ട് എടുക്കാം. മൊത്തത്തിൽ അങ്ങ് എടുത്താൽ പെട്ടെന്ന് തണുത്തു പോകും. ചൂടോടുകൂടി തന്നെ ഇത് പരത്തിയെടുക്കണം. അതുകൊണ്ടാണ് 2-3 എടുക്കുന്നത്. ബാക്കി ലോ ഫ്ലെയിമിൽ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ചൂടോടുകൂടി തന്നെ പരത്താൻ ശ്രദ്ധിക്കണം. നല്ലൊരു സ്നാക്കാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. എണ്ണയൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതുപോലെ നൈസായി പരത്തി കൊടുക്കണം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. മൊത്തത്തിൽ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് കുഴക്കാതെയും പരത്താതെയും ബ്രെഡ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് 3 വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് കൂടി ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വഴറ്റിയെടുക്കാം, ലോ ഫ്ലെയിമിലാക്കണ്ട. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. നന്നായി വാടി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കിയിട്ട് അതിലേക്ക് മറ്റ് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ക്രഷാക്കി എടുത്തതാണ്. 2-3 അല്ലി വെളുത്തുള്ളി അല്ലിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട്. അതും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം എടുത്തിട്ട് നമുക്ക് മറ്റ് മസാലകൾ ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ക്രഷാക്കിയത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 3 കൂടി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും മതി. ഇനി ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെച്ച് കൊടുത്ത ശേഷം ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുക്കറിൽ പുഴുങ്ങിയെടുത്ത ബീഫാണ്. അത് ക്രഷാക്കി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് മിക്സി ജാറിൽ. അത് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പോളം അത് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുക്കറിൽ പുഴുങ്ങിയെടുത്തതാണ്. തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഉടച്ചെടുത്തതാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. മൊത്തത്തിലങ്ങ് ഇളക്കി യോജിച്ചാൽ നമുക്ക് അതിലേക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലങ്ങ് മിക്സാക്കി എടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നേരത്തെ പരത്തി വെച്ച ബ്രെഡില്ലേ, അതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് 1 ടീസ്പൂണോളം ഈ മസാല ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് ഉരുട്ടിയിട്ട് നീളത്തിലാക്കിയിട്ട് മസാല വെച്ച് കൊടുത്താൽ പെട്ടെന്നായി കിട്ടും. ഇങ്ങനെ സ്പൂൺ കൊണ്ട് വെച്ച് കൊടുക്കണമെന്നില്ല. നല്ലോണം ഉരുട്ടിയിട്ട് ആ ബ്രെഡിൻ്റെ നടുക്ക് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കണം. ഇതുപോലെ മറ്റെല്ലാം ചെയ്തെടുക്കണം. മൊത്തത്തിലങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സാക്കി എടുക്കാം. നല്ലോണം മിക്സാക്കി എടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷാക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലങ്ങ് മിക്സാക്കി എടുക്കാം. ഓരോ ബ്രെഡായിട്ട് ഇതിലേക്ക് മുക്കിയെടുക്കാം. ആ കോണിൻ്റെ ലാസ്റ്റ് ഭാഗം ഒട്ടിയിട്ടുണ്ടാവില്ല. ഇതിൽ മുക്കിയെടുത്ത ശേഷം നന്നായി ഒട്ടി അവിടെ നിൽക്കും. മൊത്തത്തിലങ്ങ് ഇതുപോലെ ചെയ്തെടുക്കണം. മൊത്തത്തിലങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു തവ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയും വേണം. ഇതുപോലെ മൊത്തത്തിലങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടണം. ലൈറ്റ് ബ്രൗൺ നിറമായാൽ നമുക്ക് എടുത്തു മാറ്റാം. മൊത്തത്തിലങ്ങ് എല്ലാ ഭാഗവും ഇതുപോലെ ഉരുട്ടിയെടുക്കണം. അടിപൊളി സ്നാക്കാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് എടുത്തു മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഈ നോമ്പ് കാലത്ത് പുതുമയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. പ്രത്യേകിച്ച് എണ്ണ വേണ്ടാത്തതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത്